കോട്ടയം പാലായിൽ സ്കൂളിൽ വിദ്യാർത്ഥിയെ നഗ്നനാക്കി ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ പാലാ പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് കൈമാറി. ബോർഡിന്റെ ശുപാർശ പ്രകാരമായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. അതേസമയം മുൻപും കുട്ടി ഉപദ്രവത്തിന് ഇരയായിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ ചേർന്ന പുഷ്പ സിനിമയിലെ രംഗം അനുകരിച്ചതാണെന്ന് സ്കൂൾ അധികൃതർ മൊഴി നൽകി. കോട്ടയം പാലായിലെ സ്കൂളിൽ വിദ്യാർത്ഥിയെ സഹപാഠികൾ ചേർന്ന് വിവസ്ത്രനാക്കി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ വിദ്യാർത്ഥി മുൻപും ഇത്തരം അതിക്രമങ്ങൾക്ക് ഇരയായിരുന്നതായി കണ്ടെത്തി. ജനുവരി 10-നാണ് അതിക്രമം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം വീണ്ടും ആവർത്തിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 വിദ്യാർത്ഥികളാണ് അതിക്രമം നടത്തിയത്. ഇവർ പുഷ്പ സിനിമയിലെ ഒരു രംഗം അനുകരിച്ചതാണെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ പാലാ പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് കൈമാറി. ഉപദ്രവത്തിനിരയായ കുട്ടിയുടെയും സ്കൂൾ അധികൃതരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ബോർഡിന്റെ ശുപാർശ പ്രകാരം കൂടിയായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ. അതേസമയം ദൃശ്യങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കുമെന്നും പാലാ പോലീസ് അറിയിച്ചു. ജനം, കോട്ടയം.